നമസ്കാരം. പ്രധാന വാർത്തകൾ. പീഡന ആരോപണ വിധേയനെ പുറത്താക്കണം. കളക്ട്രേറ്റിലേക്ക് ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച്. ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പീഡന ആരോപണ വിധേയനായ ആലപ്പുഴ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡിലെ അംഗം റുഗേദിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പീഡനക്കേസിൽ ആരോപണം നേരിടുന്ന ബോർഡംഗത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് കളക്ടർ സ്വീകരിക്കുന്നതെന്ന് പ്രവർത്തകർ ആരോപിച്ചു. പീഡനക്കേസിൽ അറസ്റ്റിലായ ഇയാൾ പുറത്തിറങ്ങിയ ശേഷവും മോശമായി പെരുമാറിയെന്ന് കാണിച്ച് എറണാകുളം ഏലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് ആരോപിച്ചു. കളക്ട്രേറ്റ് ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്നും ഗേറ്റിന് മുകളിൽ കയറിയും പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ കാർ ഓടിച്ചു. കനാലിലേക്ക് മറിഞ്ഞ അപകടം. മട്ടന്നൂർ തെളുപ്പ് കനാലിലേക്കാണ് വാഹനം മറിഞ്ഞത്. 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ് വാഹനം ഓടിച്ചത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ കണ്ണൂർ AKG ആശുപത്രിയിലേക്ക് മാറ്റി. ജ്യോതിഷ്, അശ്ലിൻ, ഹരിനന്ദ്, സായന്ത് എന്നീ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. പത്തനംതിട്ടയിൽ KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. യുവതിക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ട പന്തളത്താണ് അപകടം സംഭവിച്ചത്. പട്ടാഴി സ്വദേശി ലിനിമോളാണ് മരിച്ചത്. ഭർത്താവ് എൽദോസിന് പരിക്കേറ്റു. സ്കൂട്ടറിനെ മറികടക്കവേ ബസ് സ്കൂട്ടറിന്റെ ഒരു വശത്ത് തട്ടിയാണ് അപകടം സംഭവിച്ചത്. ലിനിമോൾ സ്കൂട്ടറിൽ നിന്നും വലതുവശത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തൊടുപുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ബസ്സാണ് സ്കൂട്ടറിൽ തട്ടിയത്. പന്തളം പോലീസ് സ്റ്റേഷന് സമീപം MC റോഡിലാണ് അപകടം നടന്നത്. കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി. കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിൽ തള്ളിയ നിലയിൽ. തൊടുപുഴയിൽ നിന്ന് കാണാതായ ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി. ഗോഡൌണിലെ മാൻഹോളിൽ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങിയ ബിജുവിനെ കാണാതാവുകയായിരുന്നു. ഇന്നലെ ബന്ധുക്കൾ കാണാനില്ലെന്ന പരാതി തൊടുപുഴ പോലീസിന് നൽകി. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ബിജുവിന്റെ കാറ്ററിംഗ് ബിസിനസ് പങ്കാളിയടക്കം 3 പേർ കസ്റ്റഡിയിലായി. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കലന്തയാനിയിലെ ഗോഡൌണിലെ മാൻഹോളിൽ മൃതദേഹം കണ്ടെത്തിയത്. ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്ന മാലിന്യ സംസ്കരണ കുഴിയിലേക്ക് പോകുന്ന മാൻഹോളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് മുകളിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിലായിരുന്നു. ബസ് സ്റ്റോപ്പിൽ കഞ്ചാവുമായി കാപ്പ കേസ് പ്രതികൾ അറസ്റ്റിൽ. ആലപ്പുഴയിൽ 2 ഇടങ്ങളിലായി 3 കിലോയിലധികം കഞ്ചാവുമായി 3 പേരെ അറസ്റ്റ് ചെയ്തെന്ന് എക്സൈസ് അറിയിച്ചു. കുത്തിയത്തോട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ 1.235 കിലോഗ്രാം കഞ്ചാവുമായി നിന്ന എറണാകുളം സ്വദേശികളായ 2 പേരെ പിടികൂടി. മഹേഷ്, അഫ്സൽ, അബ്ദു എന്നിവരാണ് പിടിയിലായത്. കുത്തിയത്തോട് എക്സൈസ് ഇൻസ്പെക്ടർ PC ഗിരീഷിന്റെ നേതൃത്വത്തിലാണ് ഇരുവരെയും പിടികൂടിയത്. എറണാകുളം ജില്ലാ പോലീസ് കാപ്പ ചുമത്തിയ പ്രതികളാണിവർ. കായംകുളത്ത് 2 കിലോഗ്രാം കഞ്ചാവുമായി ബീഹാർ സ്വദേശിയെ പിടികൂടി. പ്രദീപ് ചൗധരി എന്നയാളാണ് പിടിയിലായത്. ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ER ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇയാളെ അറസ്റ്റ് ചെയ്തത്.